ഓരോ ദിവസവും അർജുനെ കിട്ടിയോ എന്ന ചോദ്യവുമായാണ് മലയാളി ഉറക്കമിഴുന്നേറ്റിരുന്നത്. ജീവനോടെ ആ ചെറുപ്പക്കാരന് തിരിച്ചുകിട്ടണേ എന്ന പ്രാർത്ഥനയായിരുന്നു. കുത്തിയൊഴുകുന്ന ഗംഗാവാലി നദിക്കു മുന്നിൽ ശ്രമങ്ങൾ പരാജയപ്പെട്ട് ഒടുവിൽ താത്കാലികമായി തിരച്ചിൽ നിർത്തുന്നെന്ന എല്ലാവരെയും നിരാശപ്പെടുത്തുന്ന തീരുമാനമാണ് ഞായറാഴ്ചയുണ്ടായത്. ജൂലൈ 16 കർണാടകയിലെ ബൽഗാമിൽ നിന്ന് അക്കേഷ്യ മരവുമായി എത്തിയ അർജുന്റെ ലോറി ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽപ്പെടുന്നു. ജൂലൈ 17 അർജുനെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് കാണാതായെന്ന് ഭാര്യ കൃഷ്ണപ്രിയ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ജൂലൈ 18 മണ്ണ് നീക്കൽ ചെറിയ രീതിയിൽ നടന്നു. കാര്യമായ തിരച്ചിൽ നടന്നില്ല. ജൂലൈ 19 അർജുന്റെ കുടുംബം മാധ്യമങ്ങൾക്കു മുന്നിൽ. സംഭവം ചർച്ചയായതോടെ തിരച്ചിൽ ഊർജിതമാക്കുന്നു. ജൂലൈ 20 സൂറത്തിൽ NITയിലെ സംഘം റഡാർ പരിശോധന നടത്തുന്നു. റോഡിലെ പാറയും മണ്ണും ദുരന്തനിവാരണ സേനയുടെ നേതൃത്വത്തിൽ നീക്കുന്നു. ജൂലൈ 21 കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കരസേന എത്തുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും സ്ഥലത്തെത്തി. റോഡിൽ ലോറിയില്ല, പുഴയിലാവാം എന്ന് കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണം. ജൂലൈ 22 കരയിലെ മണ്ണ് നീക്കലിനൊപ്പം പുഴയിലും തിരച്ചിൽ ആരംഭിച്ചു. ജൂലൈ 23 പുഴയിൽ നിന്ന് സന്ന ഹനുമന്തപ്പ എന്ന 65-കാരിയുടെ മൃതദേഹം ലഭിച്ചു. കരയിൽ നിന്ന് 40 മീറ്റർ അകലെ ലോറിയുടേതെന്ന് കരുതുന്ന സിഗ്നൽ ലഭിക്കുന്നു. അടിയൊഴുക്ക് കാരണം പുഴയിൽ ഇറങ്ങാൻ കഴിയാതെ നാവികസേനയുടെ സ്കൂബ ടീം. ജൂലൈ 24 ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നു. കരയിൽ നിന്ന് 20 മീറ്റർ അകലെ ട്രക്കിന്റെ സ്ഥാനം കണ്ടെത്തിയതായി റവന്യൂ മന്ത്രി. ജൂലൈ 25 റിട്ടയർഡ് മേജർ ഇന്ദ്രപാലന്റെ നേതൃത്വത്തിലുള്ള സംഘം ഡ്രോൺ ഉപയോഗിച്ച് പുഴയിൽ പരിശോധന ആരംഭിക്കുന്നു. 60 മീറ്റർ അകലെയായി ലോറിയുടെ സിഗ്നൽ ലഭിക്കുന്നു. 4 ഇടങ്ങളിൽ ലോഹ സാന്നിധ്യം കാണിക്കുന്ന സിഗ്നൽ ലഭിച്ചു. ജൂലൈ 26 കുത്തിയൊഴുകുന്ന ഗംഗാവാലിയിലെ തിരച്ചിൽ അസാധ്യമായതോടെ ഗോവയിൽ നിന്ന് നാവികസേനയുടെ പോൺറൂൺ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ജൂലൈ 27 ലോറി കരയിൽ നിന്ന് 132 മീറ്റർ അകലെയാണെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമാവുന്നു. കുന്താപുരത്ത് നിന്നുള്ള ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളെത്തി. 8 തവണ മുങ്ങിയെങ്കിലും പരാജയപ്പെട്ടു.